ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം ഉത്തർപ്രദേശ് രാഷ്ട്രീയം ആകെ കലങ്ങി മറിയുകയാണ്. അവിടെ നിന്ന് ധാരാളം വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ BJP നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ ഭിന്നതകൾ തല പൊക്കിത്തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അവിടെയുള്ള ഉപമുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി, അതായത് കേശവ് പ്രസാദ് മൗര്യയാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി. അദ്ദേഹം വളരെ നാളായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ഭിന്നത പുലർത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള BJPയുടെ അധ്യക്ഷൻ ഇപ്പോൾ JP നദ്ദയെ കണ്ടു, അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ കണ്ടു. ഏറ്റവും അവസാനം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം രാജിസന്നദ്ധത അറിയിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നരേന്ദ്രമോദി അമിത്ഷായുമായി ഏതാണ്ട് ഡൽഹിയിൽ മീറ്റിങ്ങുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ എന്താണ് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ 2014 71 സീറ്റും 2019 62 സീറ്റും ഏതാണ്ട് 2024 എത്തിയപ്പോഴേക്കും അത് 33 സീറ്റുമായി കുറഞ്ഞതിന് പിന്നിൽ എന്താണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി ലക്നൌവിൽ വെച്ച് നടന്ന പ്രധാനപ്പെട്ട മീറ്റിംഗിൽ, BJPയുടെ വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ പലതരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഏറെ വിമർശനങ്ങളും യോഗി ആദിത്യനാഥിനെ ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. ഉപപ്രധാനമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ആരോപണം ഉന്നയിച്ചത് പ്രധാനമായും ആരും സംഘടനയ്ക്ക് അതീതരല്ലെന്നും സംഘടനയാണ് വലുതെന്നും സംഘടന ഗവൺമെന്റിനേക്കാൾ, സർക്കാരിനേക്കാൾ വലുതാണെന്നും എല്ലാവരും ഓർക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുക വഴി അദ്ദേഹവുമായിട്ടുള്ള, അതായത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായിട്ടുള്ള തന്റെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു മറയും കൂടാതെ അദ്ദേഹം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹം പിന്നീട് BJP ദേശീയ അധ്യക്ഷൻ നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ BJPയുടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനും നരേന്ദ്രമോദിയുമായും അതുപോലെ തന്നെ നദ്ദയുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ഇതേ സമയം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണറെ കാണുകയാണ്, ആനന്ദിബെൻ പട്ടേലിനെ കാണുകയാണ്. അദ്ദേഹം പറയുന്നത് മൺസൂൺ സമ്മേളനത്തിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ കണ്ടു എന്നുള്ളതാണ്. എങ്കിലും പ്രധാനമായും ഒരുപക്ഷെ അവിടുത്തെ മന്ത്രിസഭയിൽ തന്നെ, ഉത്തർപ്രദേശിലെ മന്ത്രിസഭയിൽ തന്നെ ചില അഴിച്ചുപണികൾ ഉണ്ടായേക്കാം എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സംഘടനാ സംവിധാനത്തിലും ചില അഴിച്ചുപണികൾ ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത്. അവിടെയുള്ള സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി എന്ന് പറയുന്ന ഒരു ജാട്ട് വംശജക്കാരനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ തീർച്ചയായും അത് യോഗി ആദിത്യനാഥിനെ ഉന്നമിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. അപ്പൊ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ ഡൽഹി മുഖവിലൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം ഇതിനോടകം തന്നെ രാജിസന്നദ്ധത അറിയിച്ചതായിട്ടുള്ള വാർത്തകൾ അല്പം മുമ്പ് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. ജാട്ട് വംശജനായ ഭൂപേന്ദ്ര സിംഗ് ചൗധരിയെ മാറ്റിക്കൊണ്ട് അദ്ദേഹം 2022 അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുന്നത്. അപ്പൊ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഒരു OBC വംശജനായിട്ടുള്ള ഒരാളെ അവിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് BJP ദേശീയ നേതൃത്വം ആലോചിക്കുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഉണ്ടായ കനത്ത പരാജയം അത് പ്രധാനമായും അവിടെയുള്ള പല പിന്നോക്ക വിഭാഗങ്ങളുടെയും OBC വിഭാഗങ്ങളുടെയും ഒന്ന് വോട്ട് ഉറപ്പിക്കുവാൻ കഴിയാത്തതും, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു ഘടകകക്ഷിയിലെ മന്ത്രി തന്നെ അദ്ദേഹത്തിനെതിരെ അഭിപ്രായം ഉന്നയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. സഞ്ജയ് നിഷാദ്, അതായത് നിഷാദ് പാർട്ടിയുടെ പ്രതിനിധിയായ സഞ്ജയ് നിഷാദ് പറഞ്ഞിരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാഷ്ട്രീയം ഈ പരാജയത്തിന് വലിയ കാരണമായി എന്നുള്ളതാണ്. അപ്പൊ ഉത്തർപ്രദേശിൽ BJPയുടെ യോഗി ആദിത്യനാഥ് പലതരത്തിലുള്ള വിമർശനങ്ങളെ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പല സിറ്റിംഗ് MPമാരും പരാജയപ്പെട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്കൊക്കെ അഭിപ്രായം യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തനങ്ങളിലുള്ള പരാജയമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് തന്നെയാണ്. ഇത് മറനീക്കി പല സന്ദർഭങ്ങളിലും പുറത്തു വരുന്നു പ്രസ്താവനകളായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP രാഷ്ട്രീയം ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവിടെ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുകൂടാതെ 2027 അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ 2027 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 300 സീറ്റെങ്കിലും ഉറപ്പിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പ്രവർത്തനത്തിറങ്ങുകയാണ്. അപ്പൊ എത്രമാത്രം വിജയം കൈവരിക്കാൻ കഴിയും ഉത്തർപ്രദേശിൽ എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരണത്തിൽ വളരെ അലോസരത ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഖം മിനുക്കിക്കൊണ്ട്, ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തരമായി ഉത്തർപ്രദേശിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്നാൽ പല ഘടകകക്ഷികളുടെയും പല അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അഖിലേഷ് യാദവ് മാറിയത് വലിയൊരു തലവേദനയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു വന്നിട്ടുള്ളത് അഖിലേഷ് യാദവാണ്.
കോൺഗ്രസും അഖിലേഷ് യാദവും തമ്മിലുള്ള സഖ്യം, ഇന്ത്യ മുന്നണി സഖ്യം എന്ന് പറയുന്നത് BJPക്ക് കനത്ത പരാജയമാണ് ഉത്തർപ്രദേശിൽ സമ്മാനിച്ചത്. ഇതിനെ ഒക്കെ എത്രമാത്രം മറികടന്നുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ എങ്ങനെ നേടാനാകും എന്നതിനെ സംബന്ധിച്ചാണ് BJP ദേശീയ നേതൃത്വം ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വോട്ടിംഗ് ശതമാനത്തിലും അല്ലെങ്കിൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ ചില ഇടിവുകൾ ഉണ്ടായതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2014 ഏതാണ്ട് 42%-ലധികവും 2019 അത് 47% മാറുകയും പിന്നീട് വീണ്ടും 41% വോട്ട് വിഹിതം കുറയുകയും ചെയ്ത് BJPയെ സംബന്ധിച്ചിടത്തോളം തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രകടനം എങ്ങനെയും മെച്ചപ്പെടുത്തേണ്ടതിന്റെ ഒരു ബാധ്യത. കാരണം ഇപ്പോൾ വോട്ട് വീതം പറഞ്ഞ് വോട്ട് ഷെയർ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ പോലും അല്ല ഉത്തർപ്രദേശ് രാഷ്ട്രീയം എന്നുള്ളത്. കാരണം ലോക്സഭയിൽ കനത്ത പരാജയമാണ്. 42-ൽ നിന്ന് 47 മാറുകയും പിന്നീട് 47-ൽ 41 കൂപ്പുകുത്തുകയും ചെയ്യുന്ന ആ വോട്ട് വിഹിതം അല്ലെങ്കിൽ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അതിനെന്ത് മറുപടിയാണ് നൽകുക എന്നുള്ളതാണ്. ഘടകകക്ഷിയിലെ MLA പോലും ഘടകകക്ഷിയിലെ മന്ത്രി പോലും യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാഷ്ട്രീയം മാറ്റിവെക്കാം എന്നുള്ള സൂചന നൽകുമ്പോൾ കുന്തമ്മകളെല്ലാം യോഗി ആദിത്യനാഥിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ തുടർച്ചയായി പറയപ്പെടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് യോഗി ആദിത്യനാഥ് ബ്യൂറോക്രസിക്ക്, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അമിത സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് BJP പ്രവർത്തകരുടെ അന്തസ്സിനെ ഹനിക്കുന്ന ഒരു പ്രവർത്തനവും അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഉദ്യോഗസ്ഥ വൃന്ദം നിരന്തരമായി BJPയിലെ പ്രാദേശിക നേതൃത്വത്തെ അവഗണിക്കുന്നുവെന്നും അതുപോലെ തന്നെ പ്രാദേശിക BJP പ്രവർത്തകരോട് അന്തസ്സോടെ പെരുമാറുന്നില്ല എന്നൊക്കെയുള്ള ധാരാളം വിമർശനങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJP പ്രവർത്തകരുടെ അന്തസ്സിന്, മാന്യതയ്ക്ക് അതിനനുകൂലമാകുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകണമെന്നും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പലപ്പോഴുമുള്ള പ്രവർത്തനങ്ങൾ തങ്ങളുടെ വോട്ടിംഗ് കുറയുന്നതിന് കാരണമായിട്ടുണ്ടെന്നും മാത്രമല്ല അവിടെയുള്ള പല ഉദ്യോഗസ്ഥരും എതിർ പാർട്ടിയിലുള്ളവരുടെ അനുയായികളാണെന്നും ഒക്കെയുള്ള വലിയ വിമർശനങ്ങൾ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു. എന്നാൽ യോഗി ആദിത്യനാഥ് ആകട്ടെ അദ്ദേഹം അമിത ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായതെന്നും അതുപോലെ തന്നെ വോട്ട് ഷെയറിൽ വന്ന മുന്നണി മാറ്റങ്ങൾ അല്ലെങ്കിൽ വോട്ട് വ്യതിയാനങ്ങളാണ് തങ്ങളുടെ പരാജയത്തിന് വലിയ കാരണമായി ആ സമ്മേളനത്തിൽ ലക്നൗ മീറ്റിംഗിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് ഒരു വശത്തും മറുവശത്ത് അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന ഭരണത്തിന്റെ ഉപമുഖ്യമന്ത്രിയും അണിനിരനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം സാധ്യമായേ തീരൂ എന്നുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ജാട്ട് വംശജനായിട്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് OBCയിൽപ്പെട്ട ആരെയെങ്കിലും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന് മുഖം മിനുക്കിക്കൊണ്ട് ഈ 10 ഉപതെരഞ്ഞെടുപ്പുകൾ, അതായത് സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കാൻ പോകുന്ന 10 ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഖം മിനുക്കിക്കൊണ്ട് വരുവാനാണ് ശ്രമം നടത്തുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഘടക കക്ഷികളിലും അല്ലാതെയോ ഒക്കെയുള്ള സംസ്ഥാന കക്ഷികളിലുള്ള ഒരുപക്ഷെ മന്ത്രിസഭയിൽ ചില അഴിച്ചുപണികൾ വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും UP രാഷ്ട്രീയത്തിൽ അധികം വൈകാതെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും BJPയുടെ ഒരു തുറുപ്പ് ചീട്ടാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. എക്കാലവും BJPക്ക് ഭരണത്തിൽ എത്തുന്നതിന് ഒരുപക്ഷെ ഇത്തവണ BJPക്ക് ഇത്രയേറെ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ കഴിഞ്ഞ തവണ 62 സീറ്റ് ഉണ്ടായിരുന്ന സീറ്റിൽ നിന്ന് ഏതാണ്ട് പകുതിയോളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം 33 സീറ്റിലേക്ക് കൂപ്പുകുത്തിയുള്ള BJPയുടെ പരാജയം തന്നെയാണ്. പല കാരണങ്ങൾ പറയുന്നുണ്ട്. അത് യോഗി ആദിത്യനാഥിനെതിരെയുള്ള വിമർശനങ്ങളായി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭരണത്തോടുള്ള എതിർപ്പായി വന്നിട്ടുണ്ട്. ചിലരെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ മാറ്റി നിർത്തിയതാണ് കാരണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു മണ്ഡലം മാത്രമാണ് തിരിച്ചുപിടിച്ച് അവരുടെ വിജയത്തോടൊപ്പം കൂട്ടിച്ചേർക്കാൻ BJPക്ക് ആയിട്ടുള്ളത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഉത്തർപ്രദേശ് അവർക്ക് വളരെ തീരാമുട്ടിയായി മാറുന്നു എന്നുള്ളതാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷവും അതുപോലെ തന്നെ ധാരാളം പുതിയ പരിഷ്കാരങ്ങൾക്ക് ശേഷവും അവിടുത്തെ ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് അവിടെ അധികാരം പിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ട് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയിരുന്നു. അതായത് പ്രത്യേകിച്ച് ആക്രമവും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളും ഒക്കെ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം യോഗി ആദിത്യനാഥ് കൊണ്ടുവരികയും ഏറെക്കുറെ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചതും ഒക്കെ അദ്ദേഹത്തിന് വോട്ട് നേടിക്കൊടുത്തു എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി യോഗി ആദിത്യനാഥിന്റെ ഒരു വിജയം നമുക്ക് UP രാഷ്ട്രീയത്തിൽ കാണാനായി കഴിയും. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥ് എന്നുള്ള അവസ്ഥയിൽ വരെ എത്തുന്നിടത്തുനിന്ന് ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ UP രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത് എന്തായാലും ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട്
ഈ ഉള്ളിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിക്കുവാൻ ഉടനെ തന്നെ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും UP രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറെ വൈകാതെ തന്നെ മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടായേക്കാം, BJPയുടെ സംഘടനാ സംവിധാനത്തിൽ അഴിച്ചുപണി ഉണ്ടായേക്കാം. അതൊക്കെ വഴി UP രാഷ്ട്രീയത്തിൽ പ്രാദേശികമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രാദേശികമായിട്ടുള്ള നേതൃത്വങ്ങൾ പലപ്പോഴും യോഗി ആദിത്യനാഥിന്റെ നയങ്ങൾക്കെതിരായി നിലകൊള്ളുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. ആ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിലയ്ക്ക് നിർത്തുവാനും അതുപോലെ തന്നെ പുതിയ നയങ്ങളുമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥ് കൊണ്ടുവന്ന ബുൾഡോസർ രാഷ്ട്രീയത്തെ മറികടന്നുകൊണ്ട് മറ്റു കുറെ കൂടി ഒരു ഉൾക്കാഴ്ചയുള്ള അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനവുമായി മുന്നോട്ട് പോകേണ്ടതിന്റെ ഒരു ആവശ്യകത BJP ഇവിടെ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ BJP രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കരുതലോടെ തന്നെ നീങ്ങാനാണ് സാധ്യത. അതിന് തൊട്ടു മുമ്പ് ഒരുപക്ഷെ ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറിയേക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് അതുപോലെ തന്നെ ചില വകുപ്പുകളൊക്കെ യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിൽ തന്നെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് മറ്റു ചിലരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ഒരു മുഖം മിനുക്കൽ പരിപാടി എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായാൽ ഒരുപക്ഷെ ആടി ഉലഞ്ഞു നിൽക്കുന്ന BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തലവേദനയായി മാറും എന്നുള്ളതാണ്. വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാണ്. രാജ്യസഭയിലും ഏതാണ്ട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് BJP. 4 അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കുക കൂടി ചെയ്തതോടുകൂടി ഏതാണ്ട് 245 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. അതിലിപ്പോൾ ഏതാണ്ട് 225 അംഗങ്ങളുണ്ട്. ആ 225 കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ 113 അംഗങ്ങൾ വേണം. അപ്പൊ ആ 113 അംഗങ്ങൾ പോലും തിരക്കാൻ കഴിയാതെ മൊത്തം മുന്നണി സംവിധാനത്തിൽ NDAക്കുള്ളത് ഇപ്പോൾ 101 അംഗങ്ങളാണ്. 87 അംഗങ്ങളുമായി പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ മറ്റു ചില കക്ഷികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് YSR കോൺഗ്രസിനെയും അതുപോലെ തന്നെ AIDM ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു നല്ല ബഡ്ജറ്റ് സമ്മേളനമാണ് BJP ഉന്നം വെക്കുന്നത്. എന്തായാലും ഈ കലങ്ങിമറിയുന്ന രാഷ്ട്രീയത്തിനിടയിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള ഈ സംഭവവികാസങ്ങൾ അവസാനം വരുന്ന ഇപ്പോൾ BJPയുടെ അധ്യക്ഷൻ, ദേശീയ അധ്യക്ഷൻ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അമിത്ഷാ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നു. ഇതൊക്കെ ഒരുപക്ഷെ അവിടെയുള്ള അതായത് ഉത്തർപ്രദേശിലെ ഈ രാജ്യസന്നദ്ധതയെ അറിയിച്ച അവിടുത്തെ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിനും പുതിയ ചില നേതാക്കന്മാരെ ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി ആയിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ മാറ്റങ്ങളൊക്കെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കണക്കാക്കാം.